ജാമ്യവ്യവസ്ഥ ലംഘിച്ച് വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ ജാമ്യം റദ്ദ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ ഭാരവാഹികൾ മലപ്പുറം പോലീസിൽ പരാതി നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസിർ, വൈസ് പ്രസിഡന്റ് സബീൽ ചെമ്പ്രശ്ശേരി എന്നിവരാണ് പരാതി നൽകിയത്. നേതാവുമായിട്ടുള്ള പി.സി. ജോർജ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ നിരവധിയായ കലാപാഹ്വാന കേസും അതുപോലെ വംശീയപരമായിട്ടുള്ള പരാമർശങ്ങളുടെയൊക്കെ പേരിൽ, വർഗീയ പരാമർശങ്ങളുടെയൊക്കെ പേരിൽ വലിയ അർത്ഥത്തിൽ പ്രക്ഷോഭങ്ങളും അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങളും നേരിട്ടിട്ടുള്ള ആൾ കൂടിയാണ് ഈ പി.സി. ജോർജ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുള്ള ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രക്ഷോഭം ഉയർന്നു വരികയും ആ പ്രക്ഷോഭാനന്തരം പോലീസ് കേസെടുക്കുകയും ആ കേസിൽ റിമാൻഡിൽ പോവുകയും റിമാൻഡിൽ നിന്ന് ജാമ്യവ്യവസ്ഥയോടുകൂടി പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പി.സി. ജോർജ്. എന്നാൽ ഈ ജാമ്യവ്യവസ്ഥകളെ നിരന്തരമായി ലംഘിച്ചുകൊണ്ട് വലിയ അർത്ഥത്തിലുള്ള വർഗീയ വംശീയ പരാമർശങ്ങളുമായി അദ്ദേഹം വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും കാര്യക്ഷമമായി അന്വേഷിക്കുകയും കേരളത്തിൽ, ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ വളർത്തുന്നതിന് വേണ്ടി ഒരു ടൂളായി ലവ് ജിഹാദ് ഉപയോഗപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിൻ്റെ അന്വേഷണങ്ങളെല്ലാം സമ്പൂർത്തീകരിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള സംഗതിയാണ് രാജ്യത്ത് ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യം ഇല്ല എന്നുള്ളതും അതൊരു കേവലമായ ആരോപണമാണ് എന്നുള്ളതും. മീനച്ചിൽ താലൂക്കിൽ നിന്ന് 400 പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായെന്നാരോപിക്കുന്ന പി.സി. ജോർജ് കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളെയാണ് വെല്ലുവിളിക്കുന്നത്. പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയും തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് എന്ന പച്ചക്കള്ളം ആവർത്തിക്കുക വഴി സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുകയാണ് പി.സി. ജോർജ് ചെയ്യുന്നത്. ഭരണഘടനാ വിരുദ്ധമായതും നാട്ടിൽ കലാപമുണ്ടാക്കുന്നതുമായ വംശീയ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന പി.സി. ജോർജിനെതിരെ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും നേരത്തെ നൽകിയ ജാമ്യം റദ്ദ് ചെയ്യണമെന്നും പോലീസിന് നൽകിയ പരാതിയിൽ ഫ്രറ്റേണിറ്റി ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് വി.ടി.എസ്. ഉമർ തങ്ങൾ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസിർ, വൈസ് പ്രസിഡന്റ് സബീൽ ചെമ്പ്രശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.